ലോകത്ത് ഏറ്റവും സമാധാനമുള്ള 10 രാജ്യങ്ങളുടെ പട്ടികയിൽ പെടുന്ന ഒരു രാജ്യമാണ് ജപ്പാൻ. ഇതുപോലെ ലോക നേതാക്കളെ, ലോകം അംഗീകരിക്കുന്ന നേതാക്കളെയൊക്കെ ഇത്തരം ആക്രമണങ്ങളിലൂടെ കൊലപ്പെടുത്തുന്നത് വളരെ നാളായിട്ട് കേൾവി പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇതിനു മുമ്പ് ഒരു വികസിത രാജ്യത്തിലെ നേതാവിനെ കൊലപ്പെടുത്തിയത് 1986 സ്വീഡന്റെ പ്രധാനമന്ത്രിയായിരുന്നു. അതിനുശേഷം 2022 ഇതുപോലൊരു സംഭവം നടക്കുമെന്ന് ലോകത്ത് ഒരു രാജ്യങ്ങളും പ്രതീക്ഷിച്ചിരുന്ന കാര്യമല്ല. ഇന്ത്യയുമായി ഏറ്റവും അടുത്ത സൗഹൃദം സൂക്ഷിച്ചിരുന്ന നേതാവായിരുന്നു ഷിൻസോ ആബെ. ഷിൻസോ ആബെയുടെ മരണത്തിൽ ഒരുപാട് രാജ്യങ്ങൾ ദുഃഖിക്കുകയും ദുഃഖാചരണം നടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ തന്നെ സൗത്ത് കൊറിയയിലെയും ചൈനയിലെയും ഒരു വിഭാഗം ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ മരണം ആഘോഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഇത്തരത്തിൽ ലോകത്തിലൊരു വലിയ വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിനെ സ്നേഹിക്കുകയും ഒരു വിഭാഗം ആൾക്കാർ അദ്ദേഹത്തിനെ വെറുക്കുകയും ചെയ്യുന്നത് ഒരു വിരോധാഭാസമായി നമുക്ക് തോന്നാമെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം, രാഷ്ട്രീയമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇതിനുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കും. ഷിൻസോ ആബെ ജപ്പാനിലെ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതാവായിരുന്നു. ജപ്പാനിൽ അടുത്ത് തന്നെ നടക്കുന്ന തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തിരഞ്ഞെടുപ്പ് റാലികളിൽ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലൊരു റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തെ അക്രമി പുറകിൽ നിന്ന് നിറയൊഴിച്ച് കൊലപ്പെടുത്തിയത്. ആദ്യത്തെ വെടിശബ്ദം കേട്ടപ്പോൾ തന്നെ ജനങ്ങളൊക്കെ പരിഭ്രാന്തരാവുകയും നാലുപാടും ചിതറിയോടുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തോടൊപ്പം സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മതിയായ സുരക്ഷ ഒരുക്കിയിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പിറകിൽ ഏതാനും മീറ്റർ വരെ അരികിലെത്തിയ അക്രമി ഒരു നാടൻ തോക്കുകൊണ്ടാണ് അദ്ദേഹത്തിന് നിറയൊഴിച്ചത്. ഷിൻസോ ആബെയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തേക്സൂയ യമഗാമി എന്നു പേരുള്ള 40-കാരനായ ഒരു ജപ്പാൻ മുൻ നാവിക ഉദ്യോഗസ്ഥനായിരുന്നു കൊലയാളി. അദ്ദേഹത്തെ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യുകയും പോലീസിൽ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അനുസരിച്ച് യമഗാമി രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഷിൻസോ ആബെയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. എന്നാൽ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ പിന്നീട് വരികയും മാധ്യമങ്ങളും ജപ്പാൻ അധികൃതരുമൊക്കെ റിപ്പോർട്ട് ചെയ്തത് ഷിൻസോ ആബെയുടെ രാഷ്ട്രീയമായോ രാഷ്ട്രീയ നയങ്ങളുമായോ ഏതൊരു വിധത്തിലുള്ള എതിർപ്പുമുള്ള ആളായിരുന്നില്ല യമഗാമി എന്നാണ്. കൊലപാതകത്തിൻ്റെ കാരണമായി യമഗാമി പോലീസിനോട് പറഞ്ഞത് മറ്റു ചില കാരണങ്ങളാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മ വളരെ വലിയൊരു കടക്കാരിയാണെന്നും അത്രത്തോളം കടം അവർക്ക് വരാൻ കാരണം ഒരു മതസംഘടനയാണെന്നും ആ മതസംഘടനയിലേക്ക് പരിധിയില്ലാതെ സാമ്പത്തിക സഹായങ്ങൾ, സംഭാവനകൾ നൽകിയത് കൊണ്ടാണ് യമഗാമിയുടെ അമ്മ പാപ്പരായി തീർന്നതും ഇത്രയും വലിയ കടക്കാരിയായി തീർന്നതും എന്നുമാണ്. ഈ മതസംഘടനയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളായിരുന്നു ഷിൻസോ ആബെ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ലക്ഷ്യം വെച്ചതെന്ന് യമഗാമി പറയുന്നുണ്ട്. ഷിൻസോ ആബെയെ ആക്രമിക്കുന്നതിന് മുമ്പ് ആ മതസംഘടനയുടെ നേതാവിനെ ആക്രമിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചുവെങ്കിലും ആ ദൗത്യത്തിൽ പരാജയപ്പെട്ടതുകൊണ്ടാണ് യമഗാമി ഷിൻസോ ആബെയെ ലക്ഷ്യം വെക്കുകയും അതിൽ വിജയം കാണുകയും ചെയ്തത്. ഷിൻസോ ആബെയുടെ കൊലപാതകത്തിൽ ജപ്പാനിലെ സർക്കാരും അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ജനങ്ങളെല്ലാം ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖം അറിയിച്ചുകൊണ്ട് പല രാജ്യങ്ങളുടെ പ്രതികരണങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു ഷിൻസോ ആബെ. രാജ്യത്തെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും എല്ലാ നേതാക്കളുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ് ഷിൻസോ ആബെക്കുണ്ടായിരുന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും രാഹുൽ ഗാന്ധിയും അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള നേതാക്കളുമെല്ലാം രാജ്യത്തിൻ്റെ ദുഃഖവും അനുശോചനവും ജപ്പാനെ അറിയിക്കുകയും രാജ്യത്തിൻ്റെ പ്രതികരണം പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ജൂലൈ 9 രാജ്യത്ത് ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും രാജ്യത്തെ ഔദ്യോഗികമായ ചടങ്ങുകളെല്ലാം തന്നെ ഷിൻസോ ആബെയുടെ പേരിലുള്ള ആദര സൂചകമായി നിർത്തിവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയും ജപ്പാനുമായുള്ള ഇത്രയും സുദൃഢമായ ബന്ധത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയും ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന യോഷിറോ മോറിയുമായിരുന്നു.
തുടർന്ന് 2000-ലും 2005-ലും അന്നത്തെ ജപ്പാൻ പ്രധാനമന്ത്രിമാർ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യയുമായി ഉഭയകക്ഷി ഉച്ചകോടികൾ തുടങ്ങി വയ്ക്കുകയും ചെയ്തിരുന്നു. 2006 ഡിസംബർ മാസം ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗ് ജപ്പാനിലേക്ക് പോകുകയും ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുകയും ചെയ്തു. ഇന്ത്യ ജപ്പാൻ സ്ട്രാറ്റജിക് ആൻഡ് ഗ്ലോബൽ പാർട്ണർഷിപ്പ് പ്രഖ്യാപിച്ചത് അന്നായിരുന്നു. ഷിൻസോ ആബെ ജപ്പാൻ പ്രധാനമന്ത്രിയാകുന്നത് 2006-ലാണ്. അദ്ദേഹം 2017-ൽ ഇന്ത്യ സന്ദർശിക്കുകയും ഇന്ത്യൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ട് കോഡ് ഗ്രൂപ്പിന്റെ പ്രഖ്യാപനം നടത്തുകയും ചെയ്തു. കോഡ് ഗ്രൂപ്പിൽ അംഗങ്ങളായിട്ടുള്ളത് ഇന്ത്യയും ജപ്പാനും US-ഉം ഓസ്ട്രേലിയയുമാണ്. ഈ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയത് വളരെ മനോഹരമായിട്ടുള്ള ചരിത്രപരമായ ഒരു പ്രസംഗമായിരുന്നു. ആ പ്രസംഗത്തിൽ ഉടനീളം അദ്ദേഹം 2 സമുദ്രങ്ങളുടെ സംഗമത്തെക്കുറിച്ച് വളരെ വാചാലമായി സംസാരിക്കുകയും ഭൂമിശാസ്ത്രപരവും ചരിത്രപരവുമായി ഇന്ത്യയും ജപ്പാനുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. 1655-ൽ ദാരാ ഷിക്കോ എഴുതിയ മജ്മ ഉൽ ബഹ്റൈൻ എന്ന പുസ്തകത്തിലെ വരികളാണ്, പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് 2 സമുദ്രങ്ങളുടെ സംഗമത്തെക്കുറിച്ച്. ആ പുസ്തകത്തിലെ മുഗൾ രാജകുമാരൻ്റെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഷിൻസോ ആബെ പ്രസംഗം ആരംഭിച്ചത്. രവീന്ദ്രനാഥ ടാഗോറിനെയും സുഭാഷ് ചന്ദ്രബോസിനെയും അശോക ചക്രവർത്തിയെയും മഹാത്മാഗാന്ധിയെയും എല്ലാം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ തന്നെ ഒരു വിദേശ നേതാവ് നടത്തിയ ഏറ്റവും മഹത്തായ, ഏറ്റവും മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു. എന്നാൽ 2007-ൽ ആരോഗ്യപരമായ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഷിൻസോ ആബെ ജപ്പാൻ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചു. തുടർന്ന് 2012-ലാണ് അദ്ദേഹം വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേക്ക് തിരിച്ചെത്തിയത്. 2012-ലും 2020-നും ഇടയിൽ അദ്ദേഹം 3 പ്രാവശ്യം ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായി. 2014-ലെ ഇന്ത്യൻ റിപ്പബ്ലിക് ദിന ആഘോഷ ചടങ്ങുകളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ശ്രീ ഷിൻസോ ആബെയായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗുമായും ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിയുമായും വളരെ സ്നേഹബന്ധവും വളരെ അടുപ്പവുമാണ് ഷിൻസോ ആബെ കാത്തു സൂക്ഷിച്ചിരുന്നത്. 2014-ലും 2015-ലും 2017-ലും അദ്ദേഹം തുടർച്ചയായി ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു. 2014-ലും 2016-ലും ഇന്ത്യയും ജപ്പാനുമായി കൂടുതൽ കരാറുകൾ നിലവിൽ വരികയും ആണവ ഊർജത്തിൻ്റെ കാര്യത്തിലും ബുള്ളറ്റ് ട്രെയിനുകളുടെ കാര്യത്തിലും കൂടുതൽ സഹകരണം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്തത്. ഈ കാലഘട്ടത്തിൽ 2017 മുതലാണ് ചൈന കൂടുതൽ പ്രകോപനപരമായി ഇന്ത്യൻ അതിർത്തികളിൽ പെരുമാറാൻ തുടങ്ങിയത്. ഇത്തരത്തിലുള്ള ചൈനീസ് പ്രകോപനം ആരംഭിച്ച കാലഘട്ടത്തിൽ തന്നെ ഷിൻസോ ആബെയുടെ നേതൃത്വത്തിൽ കോഡ് ഗ്രൂപ്പിനെ പുനരുജ്ജീവിപ്പിക്കുകയും ഫിലിപ്പൈൻസിലെ മനിലയിൽ വെച്ചിട്ട് ഇന്ത്യയും ജപ്പാനും US-ഉം ഓസ്ട്രേലിയയും അടങ്ങുന്ന രാജ്യങ്ങളുടെ നേതാക്കൾ കൂടിച്ചേരുകയും ചൈനയ്ക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തത്. ആഗോളതലത്തിൽ ചൈനീസ് സ്വാധീനം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായിട്ട് ഇന്ത്യയുമായി ചേർന്ന് ജപ്പാൻ കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്തതും മാലിദ്വീപിലും ശ്രീലങ്കയിലുമൊക്കെ പുതിയ പ്രോജക്റ്റുകൾ ആരംഭിക്കാൻ ശ്രമിച്ചതും ഈ കാലഘട്ടത്തിലാണ്. 2017 മുതലുള്ള ചൈനീസ് ആക്രമണങ്ങളിൽ ജപ്പാൻ ശക്തമായ നിലപാടെടുത്തതും മോദി സർക്കാരിൻ്റെ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയുമായി ജപ്പാൻ വളരെ നല്ല രീതിയിൽ സഹകരിച്ചതുമൊക്കെ ഇന്ത്യക്ക് ജപ്പാനുമായി കൂടുതൽ അടുപ്പമുണ്ടാക്കുന്നതിനും കാരണമായി. ഇന്ത്യയുമായി ഷിൻസോ ആബെ ഉണ്ടാക്കിയെടുത്ത കൂടുതൽ അടുത്ത ബന്ധങ്ങളും കൂടുതൽ സഹകരണങ്ങളും കാരണമാണ് ഷിൻസോ ആബെക്ക് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതികളിലൊന്നായ, 2ാമത്തെ സിവിലിയൻ ബഹുമതികളിലൊന്നായ പത്മവിഭൂഷൺ നൽകി ഇന്ത്യ ആദരിച്ചത്. ജപ്പാന്റെ ഭരണ ചരിത്രവും രാഷ്ട്രീയ ചരിത്രവുമെല്ലാം ഷിൻസോ ആബെയുടെ കുടുംബ ചരിത്രം കൂടിയാണ്. ജപ്പാന്റെ ഭരണ നേതൃത്വത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്നിട്ടുള്ളതും ഷിൻസോ ആബെയുടെ കുടുംബക്കാർ തന്നെയാണ്. ജപ്പാനിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടി 1955-ൽ സ്ഥാപിച്ചത് നൊബുഷുക്കെ കിഷി എന്ന് പറയുന്ന ഒരു നേതാവായിരുന്നു. ഇന്ത്യ സന്ദർശിച്ച ആദ്യത്തെ ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്നു നൊബുസുക്കെ കിഷ. അദ്ദേഹം ഷിൻസോ ആബെയുടെ അമ്മയുടെ മുത്തച്ഛനായിരുന്നു.
അതോടൊപ്പം തന്നെ ഷിൻസോ ആബെയുടെ അച്ഛൻ്റെ മുത്തച്ഛനായ ആബെ കന്നും ജപ്പാൻ രാഷ്ട്രീയത്തിലെ അതികായനായിരുന്നു. ഇതുകൂടാതെ ഇവരുടെ കുടുംബത്തിൽപ്പെട്ട പല ആൾക്കാരും ജപ്പാനിലെ പ്രധാനമന്ത്രി പദത്തിലും വിദേശകാര്യമന്ത്രി പദത്തിലും മറ്റ് പദവികളിലുമൊക്കെ എത്തിയിട്ടുണ്ട്. ഷിൻസോ ആബെയുടെ പിതാവായ ഷിൻഡാരോ ആബെ ജപ്പാന്റെ വിദേശകാര്യമന്ത്രിയായി കുറച്ചു കാലം പ്രവർത്തിച്ച വ്യക്തിയാണ്. ഇതൊക്കെ മാറ്റി നിർത്തി നോക്കിയാൽ ശരിക്കും ഷിൻസോ ആബെയുടെ രാഷ്ട്രീയ പശ്ചാത്തലം, അദ്ദേഹത്തിൻ്റെ ഭരണപാഠവുമൊക്കെ ആരിൽ നിന്നാണ് അദ്ദേഹത്തിന് പകർന്നു കിട്ടിയത് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മുത്തച്ഛനും അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ മുത്തച്ഛനും രാഷ്ട്രീയത്തിൽ രണ്ട് തലങ്ങളിൽ നിന്ന വ്യക്തികളാണ്. ഒരാൾ വളരെ സൗമ്യനായ ദയാശീലനായ നേതാവും രണ്ടാമത്തെയാൾ ആക്രമണോത്സുകനായ ഒരു നേതാവുമായിരുന്നു. നൊബുസെ കിഷി എന്ന് പറയുന്ന നേതാവ് ജപ്പാന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധത്തിന് കാരണമായ ഒരു നേതാവായപ്പോൾ ആബെ കൻ പറഞ്ഞതനുസരിച്ച് ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാതെ പിന്മാറിയിരുന്നുവെങ്കിൽ ജപ്പാൻ പേൾ ഹാർബറിൽ നടത്തിയ ആക്രമണം ഒഴിവാവുകയും അതിൻ്റെ പ്രതികാരമായി അമേരിക്ക ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് ആക്രമണം നടത്തുന്നത് ഒഴിവാകുകയും ചെയ്യുമായിരുന്നു. ഇതുകൂടാതെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാന് നഷ്ടപ്പെട്ടത് 2.5 ലക്ഷം ജനങ്ങളെയാണ്. ഈ ദുരന്തങ്ങളൊക്കെ ഒഴിവാക്കുക എന്നത് അല്ലെങ്കിൽ ഒഴിവാക്കുവാൻ കഴിയുമായിരുന്നതായിരുന്നിട്ടും ആബെ ഖാൻ പറഞ്ഞ വാക്കുകൾ കേൾക്കാതെ നൊബുസുക്കെ കിഷി എടുത്തു ചാടി നടപ്പിലാക്കിയ തീരുമാനങ്ങളാണ് ജപ്പാൻ ഈ വലിയ ദുരന്തങ്ങളൊക്കെ വരുത്തിവെച്ചത്. ഡിസംബർ മാസം 7-ാം തീയതി 1941 നൊബുസുക്കെ കിഷിയാണ് അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ജപ്പാന്റെ യുദ്ധത്തിനുള്ള ഉത്തരവിൽ ഒപ്പുവെച്ചത്. ആ യുദ്ധത്തിൽ ജപ്പാൻ പരാജയപ്പെടുകയും ജപ്പാൻ സമാധാന ഉടമ്പടി അംഗീകരിച്ച് കീഴടങ്ങുകയുമാണ് ഉണ്ടായത്. അന്നത്തെ സമാധാന ഉടമ്പടിയുടെ കരാർ അനുസരിച്ചാണ് ജപ്പാന്റെ ഭരണഘടന ആദ്യത്തെ പ്രാവശ്യം തിരുത്തി എഴുതിയത്. ആർട്ടിക്കിൾ 9 എന്നൊരു ഭാഗം ജപ്പാൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുകയും ജപ്പാൻ ഇനി യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയില്ലെന്നും ജപ്പാൻ സമാധാനത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ജപ്പാന്റെ കര വ്യോമ നാവിക സേനകളെ നിലനിർത്താതെ പിരിച്ചുവിടുമെന്നൊക്കെ ആ കരാറിൻ്റെ ഭാഗമായി എഴുതിയുണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഷിൻസോ ആബെയുടെ രാഷ്ട്രീയ നയങ്ങളും രാഷ്ട്രീയ ജീവിതവും പരിശോധിക്കപ്പെടേണ്ടത്. ഷിൻസോ ആബെ പിന്തുടരാൻ ആഗ്രഹിച്ചത് നൊബുസുക്കെ കിഷിയുടെ രാഷ്ട്രീയ വഴികളായിരുന്നു. അദ്ദേഹം എപ്പോഴും പറയാറുണ്ടായിരുന്നത്, എൻ്റെ സിരകളിൽ ഓടുന്നത് ആബെ ഖാൻ്റെ രക്തമാണെങ്കിലും എൻ്റെ പാരമ്പര്യത്തിലുള്ളത് നൊബുസുക്കെ കിഷിയുടെ ചരിത്രമാണ് എന്നാണ്. ഷിൻസോ ആബെ ജപ്പാൻ ഭരണഘടന തിരുത്തുന്നതിനും ആർട്ടിക്കിൾ 9 ഇല്ലാതാക്കുന്നതിനും വേണ്ടി ഒരുപാട് പരിശ്രമിച്ച നേതാക്കളിൽ ഒരാളാണ്. ഷിൻസോ ആബെയുടെ മുമ്പ് ജപ്പാൻ പ്രധാനമന്ത്രിയായ നേതാക്കളെല്ലാം ജപ്പാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നടത്തിയ ക്രൂരതകൾക്ക് മറ്റ് ലോക രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് അധികാരമേറ്റവരായിരുന്നു. എന്നാൽ ഷിൻസോ ആബെ അത്തരം മാപ്പ് പറച്ചിലുകൾക്കൊന്നും നിൽക്കുകയോ ജപ്പാന്റെ ക്രൂരതകൾ നടന്നതായി ഭാവിക്കുകയോ ചെയ്ത ഒരു നേതാവല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ 2 ലക്ഷം ഏഷ്യൻ സ്ത്രീകളെ ബലം പ്രയോഗിച്ച് കടത്തിക്കൊണ്ടുപോയി ജപ്പാൻ സൈനികരുടെ ലൈംഗിക അടിമകളാക്കി കംഫർട്ട് സ്റ്റേഷനുകളിൽ താമസിപ്പിച്ച പാരമ്പര്യമാണ് ജപ്പാനുള്ളത്. സൗത്ത് കൊറിയയിൽ നിന്നും ചൈനയിൽ നിന്നും ഉള്ള സ്ത്രീകളെയാണ് ഇങ്ങനെ അന്ന് ജപ്പാൻ സൈനികർ പിടിച്ചുകൊണ്ടുപോയത്. കംഫർട്ട് വുമൺ എന്ന് പറയുന്ന പദപ്രയോഗത്തിൻ്റെ പേരിൽ ഷിൻസോ ആബെ മാപ്പ് പറയണമെന്ന് സൗത്ത് കൊറിയ പരസ്യമായി ആവശ്യപ്പെട്ട കാര്യമാണ്. എന്നാൽ ഷിൻസോ ആബെ ഈ പദപ്രയോഗത്തിൽ മാപ്പ് പറയാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ സൗത്ത് കൊറിയയ്ക്കെതിരെ നിലപാടെടുക്കുകയും ചെയ്തു. ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ സ്വന്തം രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുന്നത് സൗത്ത് കൊറിയ എതിർത്തതാണ് അതിന് കാരണം. ഫുക്കുഷിമ ആണവ കേന്ദ്രത്തിലുണ്ടായ ദുരന്തത്തിൻ്റെ പരിണിത ഫലമായിട്ട് ആണവ വികിരണങ്ങളുള്ള ഭക്ഷ്യപദാർത്ഥങ്ങൾ ജപ്പാൻ സൗത്ത് കൊറിയയിലേക്ക് കയറ്റി അയക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നതിനെതിരെ സൗത്ത് കൊറിയ നിലപാടെടുത്തിരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഇത്രയും വലിയ ആരോപണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് 2017 അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണങ്ങളും ഉണ്ടായത്.
5 കോടി പേരുടെ പെൻഷൻ റെക്കോർഡുകൾ കാണാതായതുമായി ബന്ധപ്പെട്ട് ഷിൻസോ ആബെ സർക്കാർ പ്രതിക്കൂട്ടിലായതാണ് ആ സംഭവം. ഇത്രയും അന്താരാഷ്ട്ര ആരോപണങ്ങളും സ്വന്തം രാജ്യത്തെ അഴിമതി ആരോപണങ്ങളുമൊക്കെ നേരിടേണ്ടി വന്നുവെങ്കിലും ഷിൻസോ ആബെ വിജയിച്ച ഭരണാധികാരിയായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം 2012 അധികാരത്തിൽ തിരിച്ചെത്തുമ്പോൾ ജപ്പാനിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെ പേരിലാണ് അദ്ദേഹത്തിന് കൂടുതൽ പ്രശസ്തിയും വിജയിച്ച നേതാവ് എന്നുള്ള അംഗീകാരവും ലഭിച്ചത്. ആബെനോമിക്സ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തിക പരിഷ്കാരങ്ങളെ ജപ്പാനികളും വിദേശ രാജ്യങ്ങളും ഒക്കെ വിളിക്കുന്നത്. അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരി 2007 മുതൽ 2012 വരെ ജപ്പാൻ ഭരിച്ച കാലഘട്ടത്തിൽ ജപ്പാൻ സാമ്പത്തികമായി വളരെ വലിയ പ്രതിസന്ധികളാണ് നേരിട്ടത്. ഏഷ്യയിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യമായ ജപ്പാന് ആ സ്ഥാനം നഷ്ടപ്പെടുകയും ചൈനയും ഇന്ത്യയുമെല്ലാം ആ സ്ഥാനത്തേക്ക് കടന്നു കയറി ജപ്പാന് മുകളിലെത്തുകയും ചെയ്തു. ഈ സമയത്താണ് തിരികെ 2ാം വട്ടം അധികാരത്തിലേക്ക് ഷിൻസോ ആബെ കടന്നു വരുന്നത്. അദ്ദേഹം 3 തലങ്ങളിലുള്ള സാമ്പത്തിക പരിഷ്കാരങ്ങളാണ് ജപ്പാനിൽ നടപ്പിലാക്കിയത്. അൾട്രാ ലോ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന ഒരു പദ്ധതി പ്രകാരം ഏത് ആൾക്കും ഏത് ജപ്പാനിക്കും വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ അനായാസമായി ലോണുകൾ കിട്ടുന്ന ഒരു പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ച് ജപ്പാനിൽ നടപ്പിലാക്കി. അതോടൊപ്പം തന്നെ ഇൻക്രീസ്ഡ് ഗവൺമെൻറ് സ്പെൻഡിങ് എന്നൊരു പദ്ധതി ഉണ്ടാക്കി 10,000 കോടി രൂപയ്ക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പദ്ധതികൾ ആസൂത്രണം ചെയ്ത് ജപ്പാനിൽ നടപ്പിലാക്കുകയും ജനങ്ങൾക്ക് ധാരാളമായി പണം ലഭിക്കുന്ന രീതിയിലേക്ക് സാമ്പത്തിക രംഗത്തെ ക്രമീകരിക്കുകയും അദ്ദേഹം ചെയ്തു. അടുത്തതായി അദ്ദേഹം നടപ്പിലാക്കിയത് സ്ട്രക്ചറൽ എക്കണോമിക് റീഫോംസ് എന്നൊരു പരിഷ്കാരമായിരുന്നു. അതനുസരിച്ച് രാജ്യത്തിൻ്റെ ഉൽപ്പാദനം ഇരട്ടിയാക്കുകയും ചുവപ്പ് നാടയിൽ കുടുങ്ങി പ്രവർത്തികൾ നടക്കുന്ന അതിന് തടസ്സം നേരിടുന്ന സാഹചര്യം ഒഴിവാക്കുകയും സാമ്പത്തിക കാര്യങ്ങളിൽ സ്ത്രീകൾക്ക് കൂടുതൽ അവസരം നൽകി അവരെ മുന്നിലേക്ക് കൊണ്ടുവരികയും പ്രായം കൂടി ജോലിയിൽ നിന്ന് വിരമിച്ചവർക്ക് വീണ്ടും തൊഴിലെടുക്കാനുള്ള അവസരം നൽകി കൂടുതൽ തൊഴിൽ ലഭ്യത ഉറപ്പാക്കുകയുമാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ എല്ലാ അർത്ഥത്തിലും ആബെനോമിക്സ് വിജയിച്ച ഒരു പദ്ധതിയാണ്, പരിഷ്കാരമാണ് എന്ന് പറയാൻ കഴിയില്ല. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിലും ശമ്പള വർധനവ് തടയുന്നതിലും ഈ പദ്ധതി പരാജയപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത. എന്നാലും ജപ്പാന്റെ പുനരുജ്ജീവനത്തിനും ജപ്പാന്റെ സാമ്പത്തിക ശക്തിയായിട്ടുള്ള വീണ്ടുമുള്ള വളർച്ചയ്ക്കുമൊക്കെ ആബെനോമിക്സ് വളരെ വലിയ ഗുണമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ വിജയിച്ച നേതാവായി ജപ്പാനികളും മറ്റ് ലോക രാഷ്ട്രങ്ങളുമൊക്കെ അംഗീകരിക്കുന്നത്. ഒരു വെടിയുണ്ടയിൽ തട്ടി ജീവൻ പൊലിഞ്ഞു പോയെങ്കിലും ഷിൻസോ ആബെ ബാക്കി വയ്ക്കുന്നത് ജപ്പാന്റെ സമ്പന്നമായ പാരമ്പര്യത്തിൻ്റെ ഒരു ചരിത്രമാണ്.